തന്നെ ഞാൻ കെട്ടാൻ പറഞ്ഞു, അല്ലെ താൻ എന്നെ കെട്ടാൻ ഞാൻ പറഞ്ഞു? ഇല്ലല്ലോ. പിന്നെ തനിക്ക് എന്താണ് പ്രശ്നം? തന്റെ കമന്റ് ഞാൻ കണ്ടല്ലോ. ഞാൻ എന്തിനാണ് തനിക്ക് വീട് തിരിച്ചു തരുന്നത്? താൻ അർഹതപ്പെട്ടതെന്ന് പറഞ്ഞല്ലേ കൊല്ലസുദിനെ 2 മക്കൾക്ക് കൊടുത്തത് വീട്. ഞാൻ ചെയ്ത കമന്റ് തന്നെയാണത്. ഞാൻ ഏത് പോസ്റ്റിന്റെ അടിയിലാണ് ചെയ്തതെന്ന് എനിക്ക് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ആക്ച്വലി ഇവര് വീടിനെ കുറിച്ചിട്ട് ഏകദേശം നിരന്തരമോ കുറച്ച് മുന്നേ നമ്മുടെ രേണുസുധിയുടെ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പുള്ളിക്കാരത്തി നമ്മുടെ KSDC ഫിറോസിനെ പറ്റിയിട്ട് കുറച്ച് കാര്യം പറയുന്നുണ്ട്. അതായത് രേണുസുധിയുടെ ഇൻസ്റ്റാഗ്രാമിൽ എങ്ങാണ്ട് പുള്ളിക്കാരത്തി കല്യാണം കഴിക്കുന്നതിനെ പറ്റിയിട്ട് അങ്ങാണ്ട് എന്തോ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെ വന്ന് ഫിറോസ് അങ്ങാണ്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടെന്നത്രേ, രേണു കല്യാണം കഴിക്കുന്നെങ്കിൽ വളരെ നല്ല തീരുമാനമാണ്, ആ വീട് ഞങ്ങൾക്ക് ഞെഴി തന്നോട്ടെ എന്നൊക്കെയുള്ള രീതിയിൽ KSDCയിലെ ഫിറോസ് കമൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ ആ കമൻറ്റ് തപ്പിപ്പോയ സമയത്ത് എനിക്ക് ആ കമൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ സൈഡിൽ വയ്ക്കാം, ഞാനത് വായിച്ചു തരാം. അങ്ങനെ വല്ല തീരുമാനവും എടുക്കുന്നുണ്ടെങ്കിൽ ആ വീട് തിരിച്ചു തന്നേക്കണം, നമുക്ക് മറ്റാർക്കെങ്കിലും നൽകാം. ഈ ഒരു കമൻറ്റ് ഇട്ടതിൻ്റെ പേരിലാണ് രേണു ഇവിടെ റിയാക്ട് ചെയ്തിരിക്കുന്നത്. അതായത് രേണു റിയാക്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിറോസ് വീട് കൊടുത്തത് ഈ പറയുന്ന കൊല്ലം സുധിയുടെ 2 മക്കൾക്കാണ്. ഒരിക്കലും രേണു എന്ന് പറയുന്ന വ്യക്തിക്കല്ല ഈ വീട് തന്നിട്ടുള്ളത്. പിന്നെ ഞാൻ കല്യാണം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ നിങ്ങളെ സംബന്ധിക്കുന്ന പ്രശ്നമല്ല എന്ന് ചോദിക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ന്യായമായിട്ടുള്ളൊരു ചോദ്യമാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഈ ഒരു വിഷയത്തിന് ശേഷം ഞാൻ ഫിറോസ് എന്ന് പറയുന്ന പുള്ളിക്കാരനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ എനിക്ക് ഒരു വോയിസ് അയച്ചു തന്നിട്ടുണ്ട്, ഏകദേശം ഒരു 4.5 മിനിറ്റ് വോയിസ്. അതായത് എന്ത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കമൻറ്റ് ഇടാനായിട്ട് പുള്ളിക്കാരനെ പ്രേരിപ്പിച്ചതെന്നുള്ള കാര്യങ്ങൾ പുള്ളിക്കാരൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഇത് പോസ്റ്റ് മാറിപ്പോയി ഇട്ട കമൻ്റ് ആണെന്നും പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറയാനുള്ളൊരു ഒറ്റ കാര്യമേ ഉള്ളൂ, രേണുസുധി കല്യാണം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ അത് നമ്മൾ ആരും നോക്കേണ്ട കാര്യമില്ല. നമുക്കാർക്കും അത് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള റൈറ്റ്സും ഇല്ല. അത് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. പിന്നെ രേണുവിനെ സംബന്ധിച്ച് ഈ വീട്ടിൻ്റെ വിഷയം ഇങ്ങനെ കണ്ടിന്യൂസ്ലി വീണ്ടും വീണ്ടും കുത്തിപ്പൊക്കുന്നത് അത്ര ശരിയുള്ള ഏർപ്പാടല്ല. കാര്യം കഴിഞ്ഞ ആഴ്ച നോക്കിക്കഴിഞ്ഞാലും ശാരികയുടെ ഇൻ്റർവ്യൂവിനകത്തും ഈ പുള്ളിക്കാരത്തി വന്ന് വീട് പൊളിഞ്ഞ് വീഴുന്നതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നു, ശാരിക വന്ന് സംസാരിക്കുന്നു. കാര്യം എന്ത് കിട്ടുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നാൽ ഈ പൊളിഞ്ഞ് വീഴുന്ന സാധനങ്ങളൊന്നും അവരുടെ ആ ഇൻ്റർവ്യൂവിനകത്ത് കാണിച്ചിട്ടുമില്ല. അതാണ് അതിലും വലിയ കോമഡി. അനാവശ്യമായിട്ട് വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഓരോ വിഷയങ്ങൾ കുത്തിപ്പൊക്കുന്നു. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ആദ്യമേ രേണുസുധിയുടെ വീഡിയോ ഒന്ന് കാണാം. രേണുസുധിയാണേ, അല്ല KSDC ഫിറോസ് ഇക്ക അങ്ങനെ തന്നെ വിളിക്കാം. ആളൊരു കമന്റ് ഇട്ടല്ലോ, രേണുസുധിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ രേണുസുധി ആ വീട് ഇങ്ങ് തിരിച്ചു തരാൻ. അതെ ഫിറോസെ ഇക്ക, താൻ എൻ്റെ പേരിൽ വീട് എഴുതി തന്നിട്ടുണ്ടോ? താൻ ഇല്ലല്ലോ. എൻ്റെ മക്കളുടെ, അതായത് കൊല്ലം. ശരിക്കും ഇത് കാണുന്ന ആൾക്കാർ ഫിറോസ് എന്ന് പറയുന്ന പുള്ളിക്കാനെ തെറ്റിദ്ധരിക്കത്തേ ഉള്ളൂ. ഉള്ള കാര്യം പറയാമല്ലോ. കാര്യം കല്യാണം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. അത് അനാവശ്യമായിട്ട് നമ്മൾ അതിന് അഭിപ്രായം പറയേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഈ കണ്ടിന്യൂസ്ലി ഈ വീട്ടിൻ്റെ കാര്യങ്ങൾ കുറ്റങ്ങൾ കേട്ട് വേറെ ഏതോ ഒരു പോസ്റ്റിൻ്റെ താഴെ പോയി കണ്ടിട്ട കമൻറ്റ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് മാറിപ്പോയി. അത് വേറൊരു രീതിയിലോട്ടാണ് കറങ്ങി തിരിഞ്ഞ് വന്നത്. എന്തായാലും രേണുവിന് ഇതൊരു കിട്ടിയൊരു നല്ലൊരു ചാൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം രേണു ഓൾറെഡി 2 പറയണം എന്ന് വെച്ചുകൊണ്ടിരുന്നതായിരുന്നു. ഇതൊരു അവസരമായിട്ട് കിട്ടിയിട്ട് നല്ലത് പറയുന്നു. എന്നാൽ ഈ പുള്ളിക്കാരത്തിയാണ് ഈ വീട്ടിൻ്റെ വിഷയങ്ങൾ ഇത്രയും കോൺട്രവേഴ്സി ആക്കിയത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണേ, ഇത്രയും ലക്ഷം രൂപ മുടക്കി ഒരു വീട് പണിഞ്ഞു കൊടുത്തിട്ട് ഓടി നടന്ന് അതിനെപ്പറ്റി കുറ്റം പറയുമായിരുന്നു. എന്നാൽ കൊല്ലം സുധിയുടെ മക്കൾക്ക് വേണ്ടി വെച്ചു കൊടുത്ത വീടാണ്. കൊല്ലം സുധിയുടെ മൂത്ത മകൻ അവിടെ താമസിക്കുന്നുണ്ടോ? അതുമില്ല. രേണുവിൻ്റെ സകലമാന കുടുംബക്കാരും ആ വീട്ടിലുണ്ട്. അതാണ് അതിലും വലിയ കോമഡി. 2 ആമക്കളുടെ പേരിലാണ് വീട് എഴുതി കൊടുത്തത്. പിന്നെ ഞാൻ കല്യാണം കഴിച്ചില്ലെങ്കിലും തനിക്ക് എന്താണ്? തന്നെ ഞാൻ കെട്ടാൻ പറഞ്ഞു, അല്ലെ താൻ എന്നെ കെട്ടാൻ ഞാൻ പറഞ്ഞു? ഇല്ലല്ലോ. പിന്നെ തനിക്ക് എന്താണ് പ്രശ്നം? തന്റെ കമന്റ് ഞാൻ കണ്ടല്ലോ. ഞാൻ എന്തിനാണ് തനിക്ക് വീട് തിരിച്ചു തരുന്നത്? താൻ അർഹതപ്പെട്ടതെന്ന് പറഞ്ഞല്ലേ കൊല്ലസുദിനെ 2 മക്കൾക്ക് കൊടുത്തത് വീട്. താൻ എൻ്റെ പേര് രേണുസുധിക്ക് ഒരു വീട് താൻ എഴുതി തന്നോ? ഇല്ലല്ലോ. പിന്നെ എന്ത് കമന്റ് ആണോ താൻ ഇടുന്നത്? അതെ, ഞാൻ കല്യാണം കഴിച്ചില്ലല്ലോ, അത് എൻ്റെ പേഴ്സണൽ കാര്യമാണ്. അത് മറ്റുള്ളവർ ഇടപെടേണ്ട കാര്യമില്ല. കേട്ടല്ലോ? അത് വളരെ കറക്റ്റാണ്. ആരെ കല്യാണം കഴിക്കുകയും കല്യാണം കഴിക്കാതിരിക്കുകയോ അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അതൊന്നും ഇൻ്റർഫിയർ ചെയ്യാനായിട്ട് നമുക്ക് ആർക്കും അതിനുള്ള അവകാശമില്ല. പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്ന കാര്യങ്ങൾ മാത്രമാണ് എടുത്തു വെച്ച് സംസാരിക്കുന്നത്. ഇവിടെ പറയാനായിട്ടാണെങ്കിൽ 2 കാര്യങ്ങളാണ്. ഫിറോസിനെ സംബന്ധിച്ച് പുള്ളിക്കാരന് ഒരുപാട് കാര്യങ്ങൾ ഇത് ബാധിച്ചിട്ടുണ്ട്. അതായത് ഈ പറയുന്ന വീട്ടിൻ്റെ ഒരു ഇഷ്യൂ. ഇതിവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിഷയം കുത്തിപ്പൊക്കിയത് തന്നെ രേണുസുധിയാണ്. കാര്യം രേണുസുധിയുടെ ആ ഒരു ഇൻ്റർവ്യൂ, ശാരികയായിട്ടുള്ള ഇൻ്റർവ്യൂവിനകത്താണ് ഈ വീട്ടിൻ്റെ കേസ് കൊണ്ടുവരുന്നത്. അത് കണ്ടിട്ടാണ് ഈ ഫിറോസ് മറ്റേ ഫേസ്ബുക്കിൽ ഒരു ലൈവ് വരുന്നു, ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നു. കാര്യം ഈ വീട് പണിഞ്ഞ് വെച്ച് കൊടുത്തതിന് ശേഷം അവരനുഭവിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് KSDC ഫിറോസ് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ പുള്ളിക്കാരന് സത്യം പറഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആവുകയും പിന്നെ എന്താ പറയണ്ട പിന്നെ രേണുസുധിയുടെ പേരിൽ കേസും കാര്യങ്ങളും ആയിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം നിലവിൽ കേസ് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഡിഫമേഷനൊക്കെ കേസ് കൊടുക്കുന്നായിരുന്നു അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് KSDC ഫിറോസിന് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം.
ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്ത കമൻറ്റ് തന്നെയാണ് അത്. ഞാൻ ഏത് പോസ്റ്റിൻ്റെ അടിയിലാണ് ചെയ്തതെന്ന് എനിക്ക് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ആക്ച്വലി ഇവർ വീടിനെ കുറിച്ചിട്ട് ഏകദേശം നിരന്തരമായിട്ട് ഇവർ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. അത് തീർച്ചയായിട്ടും അംഗീകരിച്ചേ വരത്തുള്ളൂ. നിരന്തരമായിട്ട് ഇവർ വീട്ടിനെ പറ്റിയിട്ട് കുറ്റങ്ങൾ മാത്രമാണ് പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. ഒരിക്കലും അതിനെപ്പറ്റി നല്ലത് പറഞ്ഞിട്ടില്ല. വീട് കിട്ടിയ സമയത്ത് അങ്ങാണ്ട് ഭയങ്കര സന്തോഷമുണ്ട്, ഇതാന്നല്ലാതെ പിന്നെ അതിനുശേഷം വീട്ടിനെ പറ്റി കംപ്ലീറ്റ്ലി കുറ്റമാണ്. എന്നാൽ ആ വീട്ടിനകത്തുള്ള വൃത്തിയോ കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും ഒരു മനുഷ്യരും ഒന്നും സംസാരിക്കുന്നുമില്ല. എന്തായാലും ബാക്കിയോടെ കേൾക്കാം. കുറ്റം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഇവരായിട്ടുള്ള പ്രശ്നം തുടങ്ങുന്നത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. ഇവർ ഫാന് പൊട്ടി വീണെന്ന് പറഞ്ഞിട്ട് കുട്ടി ഫുട്ബോൾ കളിക്കുക എന്തോ ചെയ്തിട്ട് അത് പോയിട്ട് ഫാനും അടിച്ചിട്ടാണ് ഫാൻ താഴെ വീണെന്ന് പറഞ്ഞ് ഞാൻ അറിഞ്ഞു വരും. അതിന് വിളിച്ചു നമ്മളെ, അത് പോയി ശരിയാക്കി കൊടുത്ത്. വാഷ് ബേസിൻ്റെ മേലെ ചാടി കളിച്ചു, വാഷ് ബേസും വീണു. പിന്നെ അതേപോലെ അത് കഴിഞ്ഞ് അത് ശരിയാക്കി കൊടുത്ത്. ബൾബ് പോയി കഴിഞ്ഞാൽ നമ്മളെ വിളിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വർക്ക് ഏരിയ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ ഇങ്ങനെ ചെറിയ ഇഷ്യൂസ് തുടങ്ങി. പിന്നെ അപ്രൂവലിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി, അപ്രൂവൽ എടുത്തു കൊടുക്കാൻ ലേറ്റായ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി. അതുകൂടാതെ പിന്നെ ഒരു ചാനൽ എനിക്ക് ഏതോ ഓൺലൈൻ മീഡിയയാണ്, അവരെ വീട്ടിലൊരു ഹോം ടൂർ നടത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ചു. ഇല്ല, ഇതെല്ലാം നമ്മൾ ആക്ച്വലി കേട്ട കാര്യം തന്നെയാണ്. കാര്യം ഇവർ കാരണം ഒരുപാട് അവർ അനുഭവിച്ചിട്ടുണ്ട്. അതിനെ പറ്റിയിട്ട് ആരും പറയുന്നില്ല. ഇപ്പോൾ എല്ലാവരും രേണുവിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് രേണുവിനെ ഭയങ്കര രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതായത് ദാനമായിട്ട് ഈ വീട് ചെയ്തു കൊടുത്ത ആൾക്കാരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഞാൻ എവിടെയും കാണുന്നില്ല. രേണു എന്ത് പാവമാണ്, രേണു കാണിക്കുന്നതെല്ലാം ശരിയാണ് എന്ന തരത്തിലാണ് കുറേ ആൾക്കാർ വന്നിരുന്ന് പറയണത്. അവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല. കാര്യം എന്ന് പറഞ്ഞാൽ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തെറ്റെന്ന് തന്നെ ഞാൻ പറയും. കാര്യം ഫിറോസിനെ സംബന്ധിച്ച് ആ ഒരു കമൻറ്റ്, അതായത് കല്യാണത്തിനെ ബേസ് ചെയ്തുള്ള രീതിയിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. അത് വളരെ നല്ല തീരുമാനം. അങ്ങനെ ഉണ്ടെങ്കിൽ ആ വീട് എഴുതാന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ കല്യാണത്തിൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് അങ്ങനെ സംസാരിച്ചെങ്കിൽ അത് തെറ്റാണെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. പക്ഷേ ഇവിടെ ഈ വീട്ടിൻ്റെ കാര്യത്തിൽ ഇതുവരെ ഒരു പരിഹാരം കണ്ടിട്ടില്ല. അതായത് വീട്ടിനെ പറ്റിയിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ്ലി വന്ന് കുറ്റം പറയുവാണ്. ആ വീടെന്നാൽ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ശരിയാണ്, അർഹതപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്ക് നിങ്ങൾ ദാനമായി കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി കുറ്റം പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കാണാനാണ്? ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓണത്തിനിടെ തോന്നുന്നു. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, നിങ്ങൾ അവരെ വെച്ച് നടത്തിക്കുമോ എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഞാൻ അവരോട് രേണുവിൻ്റെ ഫാമിലിയിൽ ഞാൻ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈൻ മീഡിയ വരുന്നുണ്ട്, അവർക്കത് സമ്മതിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓൺലൈൻ മീഡിയക്കാരോട് ഓൺലൈൻ മീഡിയ ഒന്നും ലോക്കൽ ഓൺ മീഡിയ ഒന്നും അല്ല കേട്ടോ, നല്ല ഏതോ ചാനലാണെന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് ഓർക്കുന്നില്ല കറക്റ്റായിട്ട് അവരുടെ പേര്. അവരോട് രേണുവിൻ്റെ ഫാമിലി പറഞ്ഞു ഞങ്ങൾക്ക് 15,000 രൂപ വേണം, എന്നാലേ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് ബേസിക്കലി അത് നമ്മളെയും കൂടെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ അവർ ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കൊരു പ്രൊമോഷൻ കിട്ടും എന്നുള്ള സ്വാഭാവികമായിട്ടും നമ്മൾ അതും കൂടെ ചിന്തിച്ചിട്ടാണല്ലോ ഇപ്പോൾ ഇവിടെ വീഡിയോ വെറും ഒരു നന്മ അല്ലെങ്കിൽ കാരുണ്യം മാത്രം പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഈ ഫ്ലക്സ് അടിക്കാനും അല്ലെങ്കിൽ മറ്റുള്ള അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാനും പൈസ കൊടുക്കാതെ ആ പൈസ എടുത്തിട്ട് ഇതേപോലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ബിസിനസ് ചെയ്യുന്ന എല്ലാവരും കൂടെ വിനിയോഗിക്കുന്നു. അതാണ് ആക്ച്വലി ഇതിൽ നടക്കുന്നത്. അപ്പോൾ അത് കിട്ടുന്ന ആൾക്കാർക്ക് ഒരു ഉപകാരവും ചെയ്യും, നമുക്കൊരു മൈലേജ് കിട്ടുകയും ചെയ്യും. അതുള്ള കാര്യം തുറന്നു വന്നുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവർ ഈ 15,000 രൂപ ഇതിന് വേണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞു, എന്നെ വിളിച്ച് ടീം പറഞ്ഞു എനിക്ക് അവർ 15,000 രൂപ ചോദിക്കുന്നുണ്ട്, എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു നിങ്ങളിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തോ, അല്ലെങ്കിൽ നിങ്ങൾ ഷൂട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞില്ല ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ മുതലാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഇവർ നിരന്തരമായിട്ട് എത്രത്തോളം അവർക്ക് അപമാനിക്കാൻ പറ്റും അത്രത്തോളം അവർ അപമാനിച്ചിട്ടുണ്ട് നമ്മളെ. ഇവർ ഈ പുറത്തെ കാര്യങ്ങൾ, വീടിൻ്റെ പുറത്തെ കാര്യങ്ങളല്ല പറയുന്നത്, അവിടുത്തെ ഏതെങ്കിലും ഒരു ടോയ്ലറ്റിൻ്റെ ഒരു ഫോട്ടോസോ വീഡിയോസോ എടുത്തിട്ട് അയക്കാൻ പറ്റുമോ? നമ്മൾ ആ ഷീറ്റ് ഒരു പ്രശ്നം വന്നിട്ട് മഴ ചാറ്റിൽ ഷീറ്റ് പ്രശ്നം വന്നിട്ട് അവിടെ ഷീറ്റ് ഇടാൻ പോയിട്ടുണ്ടായിരുന്നു നമ്മളെ വർക്കേഴ്സ്. അവരെൻ്റെ അടുത്ത് പറഞ്ഞു, അവരുടെ ടോയ്ലറ്റിൻ്റെ വിശേഷങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു. അവിടെ തന്നെ അതേപോലെ തന്നെ അവിടെ ഷൂട്ടിന് പോയൊരു ടീം എൻ്റെ അടുത്ത് പറഞ്ഞു വളരെ വൃത്തികെട്ട രീതിയിലാണ് ആ വീടിൻ്റെ ഉള്ളൊക്കെ അവർ കൊണ്ടു നടക്കുന്നത്. പുറത്തെ കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ അവർ ചർച്ച ചെയ്യുന്നുള്ളൂ. പ്ലാസ്റ്ററിങ് അവിടെ ഇവിടെയൊക്കെ ഇളകിപ്പോയി എന്ന് പറഞ്ഞിട്ട് അതെന്തെങ്കിലും ആവട്ടെ. ഇവർ നിരന്തരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മളെ കൊടുത്ത വീടിനെ കുറിച്ച് കുറ്റങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആസ് യൂഷ്വൽ ഹ്യൂമൻ ബീയിങ് ആണ്. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു. പിന്നെ ഏതൊരു ചാനലിൽ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു, അവർ പുതിയ വീട് ഉണ്ടാക്കിയിട്ട് പോവുകയാണ്, വാടക വീട് എടുത്ത് പോവുകയാണ്, ഞങ്ങളെല്ലാവരും കൂടെ പോവുകയാണ്, വീട് തന്നവരെന്താ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേണു പറഞ്ഞുകൊണ്ട് കുറേ ന്യൂസിലുണ്ട്. സ്വാഭാവികമായിട്ടും ഞാൻ അവരുടെ ഒരു വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്ന് ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ അവരുടെ വീഡിയോയ്ക്ക് അടിയിൽ പോയിട്ട് ഞാൻ കമൻറ്റ് ചെയ്തത് നിങ്ങൾക്ക് ആ വീട് വേണ്ടാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വീട് നിങ്ങൾക്ക് തിരിച്ചു തന്നാൽ നല്ലൊരു തീരുമാനമാണത്, നിങ്ങൾ വീട് തിരിച്ചു തന്നാൽ അർഹതപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് മെസ്സേജ് ഡെയിലി വരുന്നുണ്ട്, ഇക്ക ഞങ്ങൾക്ക് ഒരു ഒറ്റമുറിയുള്ളൊരു വീടുണ്ടാക്കി തന്നാൽ മതി, ഒരു മുറിയുള്ള വീട് മതി, അല്ലെങ്കിൽ അതിൻ്റെ പകുതി പൈസക്ക് ഒരു വീടുണ്ടാക്കി തന്നാൽ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം, ഒരു കംപ്ലൈൻറ്റും പറയില്ല എന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരാൾക്ക് നമുക്ക് കൊടുക്കാമല്ലോ. അവർ എന്തായാലും ഇപ്പോൾ കൊടുത്ത വീട് നമുക്ക് തിരിച്ച് ലീഗലായിട്ട് തിരിച്ചു വാങ്ങിക്കാനോ അല്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെ തിരിച്ചു വാങ്ങിക്കാനോ നമുക്ക് കഴിയില്ല. അത് ചെയ്യാനും ഞങ്ങൾക്ക് താല്പര്യമില്ല. അവർ സ്വന്തം ഇഷ്ടത്തോടു കൂടെ ആ വീട് തിരിച്ചു തരാം. ഞങ്ങൾക്ക് ഈ വീട്ടിൽ താമസിക്കാൻ താല്പര്യമില്ല, ഈ വീട് അലമ്പ് വീടാണ്,
കച്ചറ വീടാണ്, മൊത്തം ഡാമേജാണ്. ഇതൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാർക്ക് വീട് തിരിച്ചു തന്നൂടെ? നമ്മളത് വാങ്ങിച്ചിട്ട് ആർക്കെങ്കിലും കൊടുത്തോളാം, അത്രേ ഉദ്ദേശമുള്ളൂ. അതിലപ്പുറത്തേക്കൊന്നും ഉദ്ദേശിച്ചില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ അവരിനിയിപ്പോൾ എന്ത് നെഗറ്റീവ് പറഞ്ഞാലും ഇല്ലെങ്കിലും അത് മൈൻഡ് ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക്, എന്നെ സംബന്ധിച്ചോളം വിധിക്ക് അറിയാലോ, ഞാൻ അത്യാവശ്യം ബിസിനസ് വിദേശത്തും നാട്ടിലൊക്കെ ചെയ്യുന്ന ആളാണ്. എൻ്റെ ബിസിനസ്സിന് ഇതൊന്നും ബാധിക്കാൻ പോകുന്നില്ല. ഞാൻ ആളുടെ ഒരു ട്രസ്റ്റും ജെനുവിനിറ്റിയൊക്കെ ബിൽഡ് ചെയ്തിട്ടുള്ള ആളാണ് മാർക്കറ്റിൽ. അപ്പോൾ പക്ഷേ എൻ്റെ കൂടെ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. കേരള ഹോം ഡിസൈൻ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്ന് വർക്ക് കിട്ടിയിട്ട് ആ വർക്ക് കൊണ്ട് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഇത് ശരിക്കും നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ ഇതിനകത്ത്. അപ്പോൾ ഇതൊക്കെയാണ് ഫിറോസുക്ക പറയണത്. പുള്ളി പറഞ്ഞൊരു കാര്യം കേട്ടില്ല, ഈ വീടിൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവരെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. അതിനെ പറ്റിയിട്ട് ഒരു മനുഷ്യർക്കും ഒന്നും സംസാരിക്കേണ്ട. എല്ലാവർക്കും വന്നിരുന്നിട്ട് ഒരു കഥ അറിയാതെ വന്നിരുന്ന ആട്ടം കാണുവാണ്. അതായത് എന്താ പറയണ്ടേ, ഇവരുടെ ഭാഗത്ത് മിസ്റ്റേക്കാണ്, ഇവർ പണിഞ്ഞു കൊടുത്തതിൻ്റെ മിസ്റ്റേക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രീതിയിൽ ഇവരെ പറ്റിയിട്ട് കുറ്റം പറയുകയും ഇടിക്കുകയൊക്കെ ചെയ്യുന്നു. പോരാത്തതിന് ഇപ്പോൾ രേണു ബിഗ് ബോസിൽ നിന്നും കൂടെ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ഫാൻസ് ഉണ്ട്. കാര്യം രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി ബിഗ് ബോസിൽ എന്താണ് കാട്ടിക്കൂട്ടിയെന്ന് ഇപ്പോഴും എനിക്കറിയത്തില്ല. പക്ഷേ എന്നാൽ രേണുവിന് അത്യാവശ്യം നല്ല ഫാൻസും ഉണ്ട്. അതാണ് അതിലും വലിയ കോമഡി. എന്തായാലും ഇതൊക്കെയാണ് സംഭവങ്ങൾ നടക്കുന്നത്. ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.